പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണിത്. വയനാടിലെ ദുരന്തത്തിന് കാരണം പ്രകൃതിയാണ്, ഇതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെയാണ് ഇത് വായിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രകൃതിയിൽ അനേകം കോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു. അതായത് പ്രകൃതി സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ഓരോ ജീവിയും കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും ജീവിക്കേണ്ട ആവാസ വ്യവസ്ഥയെക്കുറിച്ചും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യന് സാമാന്യ ബുദ്ധിയും കൂടെ വിശേഷ ബുദ്ധിയുമുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാൻ അവൻ വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ജലത്തിൽ സഞ്ചരിക്കുവാൻ കപ്പലുകളും ബോട്ടുകളും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ ചെല്ലുവാനും ചൊവ്വയിലേക്ക് പേടകമയക്കുവാനും അവനെ കൊണ്ട് കഴിയുന്നത് അവൻ്റെ ഈ വിശാലമായ വിശേഷബുദ്ധിയാണ്. ആ വിശേഷബുദ്ധിയുള്ള മനുഷ്യന് പ്രകൃതിയെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിയും. അവിടെയാണ് പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം. അമ്മയാണ് എന്ന സങ്കല്പം. ഇത് ഭാരതത്തിൻ്റെ സവിശേഷതയാണ്. 3 തരത്തിലാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ. വെറുക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുക, സ്നേഹിക്കുന്നതിനെ സ്വന്തമാക്കുക, ആരാധിക്കുന്നതിനെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ഭാരതം മരങ്ങളെ, പുഴകളെ, മണ്ണിനെ, പ്രകൃതിയെ എല്ലാം അമ്മയായി കരുതി ആരാധിക്കുന്നത്. കടൽ കടലമ്മയാണ്, ഭൂമി മാതാവാണ്, തുളസിയും ആൽമരവുമെല്ലാം അവൻ്റെ പൂജാ വൃക്ഷങ്ങളാണ്. അങ്ങനെ ഒരു മഹത്തായ സങ്കല്പം. അതുപോലെ സർപ്പക്കാവുകൾ ഓരോ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റി ക്ഷേത്രത്തോടനുബന്ധിച്ച് സർപ്പക്കാവുകൾ 2500 പരം മരങ്ങളുടെ ശേഖരമാണ് സർപ്പക്കാവ്. പ്രകൃതിയിൽ നിന്ന് ചൂഷണം, ദോഹനം, ഈ 2 വാക്ക് നാം പഠിക്കണം. കമ്മ്യൂണിസം പരിചയപ്പെടുത്തിയ വാക്കാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുക. ഭാരതം പറഞ്ഞു പ്രകൃതിയെ ദോഹനം ചെയ്യുക. ചൂഷണം എന്ന് പറഞ്ഞാൽ അവസാന തുള്ളി ചോരയും കറന്നെടുക്കുന്നതാണ് ചൂഷണം. ദോഹനം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം കറന്നെടുക്കുക എന്നാണ്. അതായത് നാം നമ്മുടെ വീട്ടിൽ പശുവിനെ സംരക്ഷിക്കുന്നു. അതിൻ്റെ കിടാവിന് ആവശ്യമുള്ള പാല് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞിന് നമുക്ക് വേണ്ടി അല്പം കറന്നെടുക്കുന്നു. പരസ്പര ഭാവനയോട് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നു. നമ്മളത് വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി റോഡിൻ്റെ അടുത്തുകൂടെ പോകുന്നു. പട്ടിയുടെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകുന്നു, ഒരു കുഴപ്പമില്ല. ആ പട്ടിക്ക് നമ്മൾ ഒരു ബിസ്ക്കറ്റോ ഭക്ഷണമോ കൊടുത്തു. അത് നമുക്ക് നേരെ വരുന്നു, നാം ഭക്ഷണം കൊടുക്കുന്നു, നമ്മളോട് നന്ദി സൂചകമായി വാലാട്ടുന്നു. പിറ്റേ ദിവസവും നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ നമ്മളോട് കടപ്പാടും നന്ദിയും ഉണ്ടാകും. മറ്റൊരാൾ പട്ടി നടന്നു പോകുന്നു, ചുമ്മാ അതിനെ കല്ലെടുത്തെറിയുന്നു. അത് വന്നിട്ട് ഇയാളെ കടിക്കുന്നു, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് ഇയാൾ കേൾപ്പിക്കുന്നു. ഇവിടെ ഈ 3 വിഷയങ്ങളെയും ഒന്ന് പരിശോധിക്കുക. പ്രകൃതിയുടെ വഴിയിലും മനുഷ്യന്റെ വഴിയിലും സഞ്ചരിക്കുമ്പോൾ പരസ്പര ബന്ധങ്ങളില്ല. അത് ഭാവിയിൽ അപകടത്തെ ഉണ്ടാകും. രണ്ടാമത്, നിങ്ങൾ പ്രകൃതിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്രകൃതി ഇങ്ങോട്ട് എപ്പോഴും നമുക്ക് കനിഞ്ഞരുളി നമ്മളോട് നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കും. മൂന്നാമത്, പ്രകൃതിയെ കല്ലെടുത്തെറിയുമ്പോൾ പ്രകൃതി നമുക്ക് വലിയ ശിക്ഷയും നൽകും. ഇത് എങ്ങനെയാണ് നാം പ്രകൃതിയുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? നമുക്ക് വീടുകൾ വേണം, പാറക്കല്ലുകൾ വേണം, കരിങ്കൽ കല്ലുകൾ വേണം, നമുക്ക് മരങ്ങൾ വേണം. ഇതൊക്കെ സ്വാഭാവികമാണ്. മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടാനുകോടി മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാനുള്ള വിഭവങ്ങളെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹത്തെ പരിഹരിക്കുവാനുള്ള ഒന്നുപോലും ഈ പ്രകൃതിയിലില്ല. അപ്പൊ ഇവിടെ അത്യാഗ്രഹമാണ് വയനാട്ടിൽ അല്ലെങ്കിൽ അത്തരം മലകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മലകളെ സംരക്ഷിക്കുന്ന കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്നതോടുകൂടി മലകളെ സംരക്ഷിക്കുന്ന കല്ലുകളില്ലാത്ത ആ മലയിൽ നിന്നാണ് പലപ്പോഴും ഉരുൾപൊട്ടൽ അടക്കമുള്ളത് ഉണ്ടാകുന്നത്. പ്രകൃതി സമതലമുണ്ട്, പർവ്വതങ്ങളുണ്ട്, സാഗരമുണ്ട്. അപ്പൊ സാഗരം, സമതലം, പർവ്വതം, ഇതിൽ പർവ്വതങ്ങൾ നശിപ്പിക്കപ്പെടരുത്. നമ്മുടെ ഖനനത്തിൽ നിയമപ്രകാരം 20 ഡിഗ്രി ചെരിവുള്ള സ്ഥലത്തുള്ള പാറകൾ മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ. ചൂരൽമലയിൽ എത്ര ഡിഗ്രി ചെരിവുണ്ട്? 70-80 ഡിഗ്രി ഉണ്ടാവാം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും വയനാട്ടിലെ പല ചുരങ്ങളും പല ക്വാറികളും നമ്മുടെ നാട്ടിലെ പല ക്വാറികളിലും 70-80 ഒക്കെയാണ് അതിൻ്റെ ചെരിവ് വരുന്നത്. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഖനനം നടത്തുമ്പോൾ അത് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായി തീരും. രണ്ടാമത്, നമുക്ക് സമതലങ്ങളിലെ പാറകൾ പൊട്ടിക്കാം.
20% ചെരിവുള്ള സ്ഥലങ്ങളിലെ പാറകൾ പൊട്ടിക്കാം. ആ പാറകൾ പൊട്ടിക്കുമ്പോൾ അത് എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാൻ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെ NOC കിട്ടിയതിന് ശേഷമാണ് ഇത്തരം ഖനനങ്ങൾ നടക്കേണ്ടത്. എന്നാൽ അവിടെ എല്ലാം ഈ മാഫിയകളുടെ വലിയ സ്വാധീനം, ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ഭരണത്തെയും സ്വാധീനിക്കാൻ കഴിയുക. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് വയനാട്ടിലെ ദുരന്തത്തിന് കാരണം നമ്മുടെ അശ്രദ്ധയാണ് എന്നും. അത് ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അവസരത്തിൽ തന്നെയാണ് അത് പറയേണ്ടത്. അതാരെയും കുറ്റപ്പെടുത്തലല്ല, മറിച്ച് രക്തത്തിൻ്റെ ദൂഷ്യം കൊണ്ട് ശരീരത്തിൻ്റെ പുറത്ത് ചൊറിച്ചലുണ്ടായാൽ രക്തത്തിന് ചികിത്സ വേണം. അതാണ് ആത്യന്തികമായ ശരി. പുറത്ത് പുരട്ടുന്നത് ഓയിൽമെൻ്റാണ്, അത് പിന്നെയും വരും. അപ്പോൾ ഒരു ചൂരൽ മലയിലുണ്ടായ ഒരു അപകടം നമുക്ക് വലിയൊരു പാഠമാണ്. നിരപരാധികളായ നിസ്സഹായരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ മരണം നമുക്ക് 1000 പാഠങ്ങളെ പഠിപ്പിക്കണം. അനുഭവങ്ങളിൽ നിന്ന് കാര്യമായിട്ടൊന്നും മനുഷ്യൻ പഠിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇത് വല്ലാത്തൊരു അനുഭവമാണ്. കേരളത്തിൽ മുമ്പുണ്ടായതിൽ ഇങ്ങനൊരു അപകടം അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരന്തം മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് അവിടെ നാം പഠിക്കേണ്ടത് ഇത് പ്രകൃതിയുടെ നിയമമാണ്, പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നല്ല. പ്രകൃതിയെ നമ്മൾ ദോഹനം ചെയ്യുന്നുണ്ടോ ചൂഷണം ചെയ്യുന്നുണ്ടോ? ചൂഷണം ചെയ്തെങ്കിൽ പ്രകൃതി അതിനെ പ്രതികരിക്കും, സ്വാഭാവികമാണ്. നമുക്ക് പ്രകൃതിയെ ദോഹനം ചെയ്യാം. പ്രകൃതി അമ്മയെന്നറിയുക. പ്രകൃതിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്രകൃതി ഇങ്ങോട്ട് തിരിച്ചു തരും. വീട്ടിൽ 10 മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ശുദ്ധമായ ഓക്സിജനെയും തണലിനെയും തരും. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, മുറിപ്പവന് വേണ്ടിയിട്ടും മരം തണൽ നൽകും, എയ്യുന്നവന് വേണ്ടിയിട്ടും കിളി പാട്ടുപാടും, മലിനമാക്കുന്നവന് വേണ്ടിയിട്ടും പുഴയൊഴുകും എന്ന്. പരോപകാരം ഇതം ലോകം. ലോകത്തിലെ ഓരോന്നും മനുഷ്യന് വേണ്ടി മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഒഴുകുന്നതാണ് പുഴയും. സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഒരു പർവ്വതം. പർവ്വത സ്ഥനമണ്ഡലേ എന്ന് വിശേഷിപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭാരതത്തിലെ നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയായിരുന്നു. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വത സ്ഥനമണ്ഡലെ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവളെ, വിഷ്ണുപത്നി നമസ്തുഭ്യം, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി നിനക്കെന്റെ നമസ്കാരം, പാദസ്പർശം ക്ഷമസ്വമേ. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയെ ചവിട്ടുന്നതിന് മുമ്പ് തൊട്ടു വന്ദിച്ചു മാപ്പ് പറഞ്ഞ ഒരു സംസ്കാരം പ്രകൃതിയെ അമ്മയായി കണ്ടു. അമ്മയെ സംരക്ഷിക്കുക, അമ്മ നമുക്ക് വേണ്ടതെല്ലാം നൽകും എന്നത് ഒരു പരമാർത്ഥമാണ്. അതെല്ലാ ജീവജാലങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. ഈ ഒരു ഭാവത്തെ ഊട്ടി ഉറപ്പിക്കുക. തീർച്ചയായിട്ടും പ്രകൃതി നമ്മെ ശിക്ഷിക്കില്ല. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.